ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഗണങ്ങൾക്ക് ഒരു നാഥൻ വേണമെന്ന് പറഞ്ഞ് എല്ലാ ദേവഗണങ്ങളും ചേർന്ന് ശിവഭഗവാനോട് അപേക്ഷിച്ചു. അദ്ദേഹം വീണ്ടും അതേ പരീക്ഷണം, ഈ ലോകത്തെ ആര് വേഗത്തിൽ വലം വെച്ച് വരുന്നുവോ അവരെ ഗണങ്ങൾക്ക് പതിയാക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് മുരുക ഭഗവാൻ അമ്മയുടെയും അച്ഛൻ്റെയും അരികിലേക്ക് ഓടി. ആ സമയത്ത് തന്നെ വിഘ്നേശ്വര ഭഗവാൻ നിന്നവിടെ തന്നെ നിന്ന് രാം എഴുതിയിട്ട് ആ രാമനാമത്തെ വലം വെച്ചു വരികയും രാമനാമം ജഗന്നാഥനെയും ജഗത് മാതാവിനെയും ചുറ്റി വരുന്നതിനും 14 ലോകത്തെ തന്നെ ചുറ്റി വരുന്നതിനും സമമാണെന്ന് സ്ഥാപിക്കുകയും അതിന് വേണ്ട പുരാണങ്ങളിലെ തെളിവുകളെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ ഗണങ്ങൾക്ക് പതിയാക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഗണപതി എന്ന നാമം ലഭിക്കുകയും ചെയ്തു. രാമനാമത്തിൻ്റെ മഹത്വം ആനന്ദം നൽകുന്നവർ ശിവചൈതന്യത്തെയും വിഷ്ണു ചൈതന്യത്തെയും തുല്യമായി ആവാഹിച്ചിട്ടുള്ള ശക്തിയുള്ള നാമമാണ് രാമനാമം. മാത്രമല്ല, രാ എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നി എന്നും മാ എന്ന വാക്കിൻ്റെ അർത്ഥം ജലമെന്നുമാണ്. ഇത് രണ്ടും ചേർന്ന് താപം വേണ്ടവർക്ക് താപവും ജലം വേണ്ടവർക്ക് ജലവും കൊടുക്കുന്ന ശ്രേഷ്ഠമായ നാമമാണ് രാമനാമം. മാത്രമല്ല, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ് 3 പ്രാവശ്യം നമ്മൾ ആത്മാർത്ഥമായി രാമനാമം ജപിക്കുന്നതിന്. രാമനാമം ജപിക്കുമ്പോൾ മുക്തിയും മോക്ഷവും ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, താങ്ക് യു.